പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിൽ വീശിയടിക്കുവാൻ പോകുന്ന വലിയ UDF അനുകൂല കൊടുങ്കാറ്റിൽ കഴിഞ്ഞ 3 ടേമായി LDF നിലനിർത്തി പോകുന്ന തവന്നൂരും തകരും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രാദേശികമായും തവന്നൂരിൽ നിന്ന് ലഭിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളും വിശകലനങ്ങളും ഒക്കെ പറയുന്നത് KT ജലീലിന് തവന്നൂരിൽ ഇപ്രാവശ്യം അടിപതറുമെന്നാണ്. കാരണം തവന്നൂരിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കാണുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ച് ഒക്കെ സംഘപരിവാർ പ്രൊഫൈലുകൾ അഖിലേന്ത്യാ തലത്തിലും പ്രാദേശികവുമായും ഒക്കെ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾക്ക് തവന്നൂരിലൂടെ മറുപടി കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിക്കുകയുള്ളൂ, മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ വെള്ളാപ്പള്ളിയൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു മറുപടി ജോയ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിലെ നേതാവിനെ വിജയിപ്പിച്ചുകൊണ്ട് തവന്നൂരിൽ നിന്ന് കൊടുക്കുവാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ തവന്നൂരിനെ കുറിച്ച് കരുതുന്നത് എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു മിഷനറി അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് തവന്നൂരിൽ എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെയും അതുപോലെ സംഘപരിവാര പ്രൊഫൈലുകളുടെയും ഒക്കെ ആരോപണങ്ങളെ തവന്നൂരിൽ DCC പ്രസിഡന്റ് ക്രൈസ്തവ സമുദായാംഗമായ ജോയിയെ വിജയിപ്പിച്ചുകൊണ്ട് മറുപടി നൽകാൻ കഴിയും എന്ന ഒരു ധാരണയിലേക്ക് തവന്നൂരും എത്തുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് AK ആന്റണിയെ ബൈ ഇലക്ഷനിൽ തിരൂരങ്ങാടിയിൽ നിന്ന് വിജയിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ക്രൈസ്തവ സമുദായാംഗങ്ങൾ വളരെ കുറച്ചാണുള്ളത്. എന്നിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു കരുത്തിൽ തിരൂരങ്ങാടിയിൽ നിന്ന് AK ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രിയാകുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രത്തോളം ഒരു കമാൻഡിങ് പവറുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ഒരു കരുത്തിൽ ഒപ്പം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും കോൺഗ്രസിന് ആ മണ്ഡലത്തിലുള്ള വോട്ട് ബാങ്കുകളും ഒക്കെ ചേർന്ന് ജോയി വിജയിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന, ആ മണ്ഡലത്തിൻ്റെ പ്രാദേശിക അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ മതേതര മുഖം വെളിപ്പെടുത്തുന്ന ഒരു റിസൾട്ടായിരിക്കും ജോയിയുടെ വിജയത്തോടു കൂടി അവിടെ നിന്നുണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കോൺഗ്രസും ലീഗും ഒന്നുചേർന്ന് അവിടെ അവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് ഇവിടെ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തവന്നൂരിൽ ഇത്തവണ കൊച്ചാപ്പ വീട്ടിലിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ, അതായത് ആര്യാടന്മാർ കോൺഗ്രസിന് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ലീഗ് കോൺഗ്രസ് പോര് ഇപ്പോഴില്ല. മാത്രമല്ല കോൺഗ്രസും ലീഗും അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ഒന്നിച്ചു വർക്ക് ചെയ്യുന്ന, ഒരേ രീതിയിൽ കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ജോയി അവിടെ DCC പ്രസിഡന്റ് ആയതിനു ശേഷം ലീഗിനെ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു UDF പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം അവിടെ അരയും തലയും മുറുക്കി തന്നെ രംഗത്തുണ്ട് എന്നതും ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമായി അവിടെ നിലകൊള്ളുന്നു. അതാണ് ജോയിയെ സംബന്ധിച്ച് ജോയിക്ക് ഒരു മേൽക്കൈ നേടിക്കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, അവിടെ KT ജലീലിൻ്റെ ചില സമീപനങ്ങളും ഒക്കെ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ വളരെ വർഗീയപരമായ പരാമർശം ആ ജില്ലയ്ക്കെതിരെ നടത്തിയപ്പോൾ ആ ജില്ലയിൽ മറ്റു സമുദായങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ല, മത രീതിയിലുള്ള ചില സമീപനങ്ങൾ ആ ജില്ലയിലെ ആളുകളിൽ നിന്നുണ്ടാകുന്നു എന്നൊക്കെ വസ്തുനിഷ്ഠമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന പ്രതികരണങ്ങളാണ് KT ജലീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ചില വീക്ഷണങ്ങളും അവിടെ നിന്നുണ്ട്. അദ്ദേഹം ആ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിച്ചത്, മലപ്പുറം ജില്ലയല്ല ഉദ്ദേശിച്ചത് എന്ന രീതിയിലാണ്. അതൊക്കെയും ഒരുപക്ഷെ KT ജലീലിന് തിരിച്ചടിയാകും അവിടെ നിന്ന് എന്നുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, KT ജലീൽ ഏകദേശം ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് 2023 ആയപ്പോൾ നിർജീവമാകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കാരണം അദ്ദേഹം ഇനി വായനയും എഴുത്തുമൊക്കെയായി മുന്നോട്ട് പോകും, 2026 നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കില്ല, ഇനിയൊരു പാർലമെന്ററി വ്യാമോഹം തനിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം നിർജീവമായിരുന്നു, മണ്ഡലങ്ങളിലൊന്നും സജീവമായിരുന്നില്ല. അതും അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത സമയങ്ങളിൽ സ്വീകരിച്ച ചില സമീപനങ്ങൾ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊരു പക്ഷേ KT ജലീലിന് തിരിച്ചടിയായേക്കാം. വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചത്. മാത്രമല്ല ഈ അവസരത്തിൽ
ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമീപനം അത് യു ഡി എഫിന് കൂടുതൽ വോട്ടുകൾ കൊണ്ടുവരും. പ്രത്യേകിച്ചും അവർ കുറച്ചുകൂടി ആക്റ്റീവായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാത്രമല്ല ചില പഞ്ചായത്തുകൾ എടപ്പാളിലൊക്കെയും ജമാഅത്തെ ഇസ്ലാമിക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ, രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അവിടെ എസ് ടി പിയുടെ ഒരു പിന്തുണ എൽ ഡി എഫിനാണ്. പക്ഷേ എസ് ടി പിക്ക് വലിയ വോട്ട് അവിടെ ഉള്ളതായി തോന്നുന്നില്ല. 2600 സംതിങ് വോട്ടുകളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി നമ്മൾ വിശദീകരിക്കുമ്പോൾ അവിടെ ഉള്ളതെങ്കിലും ജോയിയുടെ ഒരു വ്യക്തിപ്രഭാവവും ഒപ്പം ലീഗും കോൺഗ്രസും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ പ്രവർത്തനം ചലിപ്പിച്ചതും ഒക്കെ അവിടെ അനുകൂലമായൊരു തരംഗം ജോയിക്ക് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇടപ്പാളും തവന്നൂരും എൽ ഡി എഫിന് കിട്ടുന്ന പഞ്ചായത്തുകൾ കിട്ടുന്ന വോട്ടിൻ്റെ ലീഡ് മംഗലം എന്ന് പറയുന്ന ഒറ്റ പഞ്ചായത്ത് കൊണ്ട് തന്നെ മറികടക്കാം എന്ന ഒരു പ്രതീക്ഷയാണ് പ്രാദേശിക യു ഡി എഫ് നേതൃത്വം വെച്ച് കൊടുത്തുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെയും യു ഡി എഫ് ലീഡ് ചെയ്യും എന്ന ഒരു വിശകലനമാണ് ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. നമ്മൾ പഞ്ചായത്തുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ എല്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. തവന്നൂരിൽ യു ഡി എഫിന് 8 സീറ്റും എൽ ഡി എഫിന് 8 സീറ്റും യു ഡി എഫിന് 11 സീറ്റുമാണുള്ളത്. കാലടിയിൽ എടുക്കുകയാണെങ്കിൽ യു ഡി എഫിന് 13ഉം എൽ ഡി എഫിന് 4ഉമാണ്. വട്ടംകുളത്താണെങ്കിൽ യു ഡി എഫിന് 13ഉം എൽ ഡി എഫിന് 6ഉമാണ്. ഇടപ്പാളാണെങ്കിൽ 7 സമാസമമാണ്. 5 സീറ്റുകൾ ബി ജെ പിക്ക്. മംഗലം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 16 സീറ്റ് യു ഡി എഫിന്, 3 സീറ്റ് എൽ ഡി എഫിനാണ്. തൃപ്പങ്കോട് എടുക്കുകയാണെങ്കിൽ 14 സീറ്റ് യു ഡി എഫിനും 10 സീറ്റ് എൽ ഡി എഫിനുമാണ്. പുറത്തൂർ എടുക്കുകയാണെങ്കിൽ 10 സീറ്റ് യു ഡി എഫിനും 9 സീറ്റ് എൽ ഡി എഫിനുമാണ്. എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഒരു അപ്രമാദിത്വമുണ്ട്. ഇടപ്പാൾ എടുക്കുകയാണെങ്കിൽ ഇടപ്പാളിൽ എൽ ഡി എഫും യു ഡി എഫും സമാസമം 7 5 സീറ്റുകളുമായി ബി ജെ പി തൊട്ടു പിന്നിലുണ്ട്. പക്ഷേ മറ്റുള്ള പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് സീറ്റുകൾ ഇല്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ 2021 റിസൾട്ട് എടുക്കുകയാണെങ്കിൽ 2185 വോട്ടുകൾക്കാണ് ഫിറോസ് കുന്നൻ പറമ്പിൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനെ അവിടെ പരാജയപ്പെടുത്തുന്നത്. കെ ടി ജലീൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ, വോട്ടെണ്ണലിൻ്റെ അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾക്കൊടുവിലാണ് കെ ടി ജലീൽ അവസാനം ഇടപ്പാൾ പഞ്ചായത്തിലെ വോട്ടെണ്ണുമ്പോൾ വിജയിച്ചു കയറുന്നത്. പക്ഷേ നമ്മൾ ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് സൗഹൃദത്തിലുള്ള ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ ഒരു കടുത്ത മത്സരം അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഫിറോസ് കുന്നംപറമ്പിൽ അദ്ദേഹം ഒരു പക്ഷേ ലീഗുകാരനാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഇതിനു മുമ്പ് വി പ്രകാശ് മത്സരിച്ചപ്പോഴും വലിയ കടുത്ത മത്സരം നടന്നു. 6000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അപ്പോൾ കെ ടി ജലീൽ വിജയിക്കുന്നത്. 2016-ൽ ഇഫ്തിഖാർ മാഷ് മത്സരിക്കുമ്പോൾ മാത്രമാണ് 17,000-ൽ പരം വോട്ടുകൾക്ക്, വലിയ ഒരു വോട്ടുകൾക്ക് കെ ടി ജലീൽ വിജയിക്കുന്നത് എന്നൊരു സവിശേഷതയുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ കെ ടി ജലീലിന് മണ്ഡലത്തിൽ അടിപതറാനാണ് സാധ്യത എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് തവന്നൂരിൽ നിന്ന് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.